ഓക്കെ, ഇത് റൈറ്റ് എടുക്കാനാണ് പറയുന്നത്. ഓ, നല്ല ഫോഗും ഉണ്ട് കേട്ടോ പുറത്ത്. പിന്നെ ഞാൻ ഇത്രയും പോയ രാജ്യങ്ങളിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ടഫ് ചൈന കേട്ടോ. ഏടുന്നാന്ന് ഇവരെ റൈറ്റ്, ഏടുന്നാന്ന് ഇവരെ ഈ റൗണ്ട് അബൌട്ട് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, നേരെ പോകാനാണ് പറയുന്നത്. പെട്ടെന്നാണ് ഇവർ ക്രോസ് റോഡ് വരാൻ ഇവരത്. ഇതേതാ ബ്രിഡ്ജ്? ഇതാണ് ഫങ്ജുവാങ് ബ്രിഡ്ജ്. ബസ്സുകൾ, മെട്രോ എല്ലാം ഇങ്ങനെ അറഞ്ചും പറഞ്ഞും പാനും പോകുന്നുണ്ട്. നമുക്ക് നേരെ പോണ്ടേ. BYD വണ്ടികൾ നോക്ക്. ഊഫ്, എവിടെ നോക്കിയാലും ഇതന്നെ. ഗ്ലാസ് ഒന്ന് കഴിക്കലേ. BYD. Chinese brand is BYD. There is lot of brand in China and lot of electric scooter. I think 50% people using these types of electric scooter. Okay. ഇവിടെ ഒരു 10 മണിയായിട്ടും ശരിക്കും വെളിച്ചം വന്നിട്ടില്ല കേട്ടോ. അവിടെ ഉച്ചക്കാണ് കുറച്ചെങ്കിലും വെളിച്ചം വരാൻ. അതുവരെ ഇങ്ങനെ ഒരു മൂടി കെട്ടിയിട്ടുണ്ടാവും. പിന്നെ തണുപ്പ് എല്ലാം ഉണ്ട്. ഇടയ്ക്ക് ഈ ഫോഗെല്ലാം അടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഇരുടാവും ചെയ്യും. ഇതണ്ട, ലൈന് മാറിപ്പോണെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഇവിടുന്നേ ലെഫ്റ്റ് എടുക്കണം. പക്ഷെ നമുക്ക് നേരെ പോകണ്ട. അതുകൊണ്ട് പിന്നെ ഈ ഒരു ലൈന് മാത്രം എടുത്താൽ മതി. എന്ത് വൃത്തിയാലേ നോക്ക്. ഒരു മുട്ടായിൻ്റെ കടലാസ് പോലും കാണുന്നില്ല. സോ ഐ ക്യാൻ സേ ചൈന ഈസ് എ ക്ലീനസ്റ്റ് സിറ്റി ഇൻ സെൻട്രൽ ഏഷ്യ. വാവ്. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ വണ്ടികളുടെ ബ്രാൻഡുകളുണ്ടോ എൻ്റെ മക്കളെ. നോക്ക്, ഇതെല്ലാം എന്താ പേര്? BYD പിന്നെ കുറച്ച് കേട്ടിന്, പക്ഷെ എന്നാലും കേൾക്കാത്തയും കുറേ ബ്രാൻഡുകൾ ചൈനയിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൽ ഏതാ വണ്ടി? ഫുള്ളും ചൈനൻ്റെ ഇതിലാണ് ഇവർ പേര് കൊടുത്തത്. അതുകൊണ്ട് ഇത് വായിക്കാനും നമുക്ക് പറ്റൂല. ഫങ്ജുവാങ് റോഡ്, സിഫാങ് റോഡ്, പുഫാങ് റോഡ്, എന്തെല്ലാം പേരാണ് വിളിച്ചത്. വോക്സ്വാഗൺ പാസാറ്റ് ഫ്രം ജർമ്മനി. വണ്ടികളൊരു ലോകം തന്നെയാണ് കേട്ടോ ചൈന. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടില്ല. എല്ലാ വണ്ടികളും കോപ്പിയോടുകൂടി ഇറക്കുന്നതും ഭയങ്കര ഫീച്ചേഴ്സിൽ വണ്ടി ഇറക്കുന്ന രാജ്യമാണ് ചൈന. നമ്മൾ മഹീന്ദ്ര താർ ഇവരണി കോപ്പി അടിച്ചുണ്ടാക്കുന്നത്. പക്ഷെ ഓൾറെഡി ഒരു വണ്ടി ഉണ്ട്, പക്ഷെ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ എംബ്ലം കണ്ടാൽ മനസ്സിലാവും. ആ വണ്ടി ഓൾറെഡി ബ്ലാക്കിൽ കുറേ വണ്ടികൾ ഇറങ്ങി. കുറേ ആൾക്കാർ അത് UAEയിലും മറ്റേ GCCയിലെല്ലാം കുറേ ആൾക്കാർ ഇറക്കിയിട്ടുണ്ടിരുന്നു. പക്ഷെ ആ വണ്ടി ഇവിടെ കാണുന്നില്ല. ഞാനത് മംഗോളിയയിലെല്ലാം കണ്ടിരുന്നത്. നമുക്ക് നോക്കാം കാണുകയാണെങ്കിൽ.
കണ്ട ഇവിടെ ഏകദേശം ഒരു 50% ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഇലക്ട്രിക് സ്കൂട്ടറും പിന്നെ ഒരു സൈക്കിൾ പോലത്തെ ഒരു സാധനമുണ്ട്, ഇലക്ട്രിക് സൈക്കിൾ. അതാണ് ഏറ്റവും കൂടുതൽ അടുത്തടുത്ത് പോയി വരാനുള്ള ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് ആൾക്കാർ എപ്പോൾ ഉപയോഗിക്കുന്നത് അതാണ്. ഇതേണ്ട എത്ര കൂളായിട്ടാണ് സൈക്കിൾ എടുത്തോ. നമ്മുടെ നാട്ടിലായിട്ടാണെങ്കിൽ ആ ഒരു പെട്ടിയിലായിട്ടുണ്ടാവും. നമ്മൾ സീബ്ര ക്രോസിൽ ഇങ്ങനെ നിർത്തി കൊടുക്കുക, ഒലക്ക നിർത്തും, നമ്മൾ നിർത്തുന്നില്ല. എല്ലാ ആൾക്കാരും രാവിലത്തെ പിന്നെ ഇവിടെ അണക്കോന്ന് കുറേ ഏകദേശം 50% ആൾക്കാർ ഈ ഫുഡ് ഡെലിവറി ഇല്ലേ അത് തന്നെയാണ് ഇവർ ചെയ്യുന്ന ജോലി. അതിന് അവർ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇതാ അയാൾ കൊണ്ടുപോകുന്നുണ്ട, അങ്ങനത്തെ സ്കൂട്ടറാണ് ഉപയോഗിക്കുക. ഒരു ഡൽഹി പോയ പോലെ ഇല്ലേ ഈ വെതർ കാണുമ്പോൾ. വെറുതെയും നമ്മൾ എണ്ണയും ക്ലച്ചും ചവിട്ടി പിടിക്കണ്ടല്ലോ, ഹാൻഡ് ബ്രേക്കിലിട്ട് വെക്കാം. ആ കുഞ്ഞ് ബസ് നോക്ക്, എന്താ രസം കാണാൻ. അതിൻ്റെ ഫ്രണ്ടാണോ ബാക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ടാക്സികൾ നല്ല മുഞ്ചുള്ള കളറാട്ടാ. ഓക്കെ സ്റ്റാർട്ടായി. ഭയങ്കര ചെറുങ്ങനെ പോകാൻ പറ്റൂ. ഇതൊക്കെയായിട്ടൊരു കുഞ്ഞു ഗുഡ്സ് ഓട്ടോറിക്ഷ. എന്ത് ചെയ്ത് നമ്മുടെ നാട്ടിലത്തെ പെട്ടി ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനം. ഇവിടുത്തെ ബസ് നോക്കിയിട്ട് ചൈനയിലൊരു കുഞ്ഞു ബസ് കണ്ടാ. അല്ല നമ്മളിപ്പം ഈ ലൈന് വന്നു പോയല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്യാം. എടാ പാസി, നീ ഇവിടെ ഉണ്ടാ? ഇതാണ് നമ്മള് പെട്ടിയെ കുറിച്ച് ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂടിയല്ലേ. ഇതെന്ത് ഇത് സാധനം, തീപ്പെട്ടി പോലെ ഉണ്ടല്ലേ കാണാന്. അയവ ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ വന്നിട്ട് കണ്ണ് തള്ളിപ്പോയി. വണ്ടികൾ കണ്ടിട്ട്, കുറേ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കണ്ടിട്ട്, കാറുകൾ ഭയങ്കര എന്താ പറയണ്ടേ, പല മോഡലുള്ളത്, ഭയങ്കര ഫീച്ചേഴ്സ് ഉള്ള കാറുകൾ. എന്തെല്ലാം സംഭവം ഈ നാട്ടിൽ. വെറുതെ അല്ല ചൈന ഫീച്ചേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്, 100%. നമ്മൾ വേഗനാർ, എടാ മാരുതി സുസുക്കി. ഇത് നമ്മൾ ഇന്ത്യയിലെത്തിയ ഇതാ മാരുതി സുസുക്കി. നമ്മൾ മുമ്പിലൊരു നീല മാരുതിൻ്റെ സുസുക്കി. അതാ സുസുക്കി മാരുതി. പിന്നെ ഇന്ത്യൻ പിന്നെ ഇത് എന്താ പറയണ്ടേ, ഇതിൽ വരുമ്പോൾ ഉള്ള പേരല്ലേ സുസുക്കിയാണ് ശരിക്കും ഒറിജിനൽ പേര് കേട്ടാ. അതിനെ പിന്നെ അവർ മാരുതി സുസുക്കിയിലേക്ക് മാറ്റിയതാ ഡീലേഴ്സ്. ഓക്കെ നമുക്ക് ഈ റൗണ്ട് ചൈനയുടെ റൗണ്ട് ബോട്ട് ഉണ്ട്. ഒരെത്തും കൂടി ഇല്ലാത്ത റൗണ്ട് ബോട്ട്. ഏടുന്നാ വളക്കുന്നത്, ഏടുന്നാ ശരിയെന്ന് നല്ലാവുമല്ലോ. യെസ് എൻ്റെ മോനെ, നമുക്ക് പോകേണ്ടത് അതിലോട്ടാ. അപ്പം ഇവരോട് എങ്ങനെ പറയാം, ഞാൻ ഇവിടുത്തെ പുതിയ ആളാണ്. വണ്ടി കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും പൊട്ടത്തെയാണ്. അയ്യോ അങ്ങോട്ടേക്കാ പോകണ്ടേ. ഇയാൾ പോകാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഇടയിൽ സൈക്കിളും കൊണ്ടുപോകുന്ന ആൾക്കാർ നോക്ക്. കുറച്ച് മുന്നോട്ടേക്ക് വെച്ചേരോ. ഇത് ഏത് ഭാഷയിലും ഇപ്പോൾ ചോദിക്കുന്നവരോട്. ഓക്കെ അയാൾ ഞാൻ പറഞ്ഞു കേട്ടല്ലോ. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാ. ആ റൗണ്ട് ബോട്ട് എടുത്തിട്ട് വേണം പോവാൻ. പെട്ട് തട്ടിയില്ല മുട്ടിയില്ല. ഓക്കെ നാളെ ഭയങ്കര കലമ്പാണല്ലോ എന്നോടാ. കലമ്പിട്ടും കാര്യമില്ല മോനെ. നമ്മളോട് ഇങ്ങനെ പോകാൻ പറയുന്നത് കണ്ട. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ ചൈനയിൽ ഡ്രൈവ് ചെയ്യാനുള്ളൊരു. ഓക്കെ അങ്ങോട്ടേനും പോണ്ടേ, തെറ്റിപ്പോയി. ഒന്നും കൂടി കറങ്ങാം. ആ ഓക്കെ ഇവിടെ ഒരു മാപ്പും വർക്കാവൂലപ്പാ. അതുകൊണ്ട് ഇത് തിരിയുന്നില്ല. ഇവർ ഈ ഐ മാപ്പ് ആണെങ്കിൽ വേസ് ആണെങ്കിൽ കറക്റ്റ് കാണിച്ചു തരും. ഇത് ഒരുമാതിരി ഇതണ്ടാ. ചൈനയിൽ ഒരു റൗണ്ട് ബോട്ട് വിട്ട് പോയിട്ട് കറങ്ങുന്ന ഇത് 3ാമത്തെ പ്രാവശ്യം കറങ്ങുന്നത്. ബീജിങ്. ഈ വണ്ടിൻ്റെ മുകളിൽ പേര് എഴുതി വെച്ചിട്ട് പഠിച്ചോനി.
ഇതിപ്പോൾ യു എയിൽ ഗൾഫിൽ പോയ പോലെ ആയിപ്പോയല്ലോ. ഒരു യൂ ടേൺ വിട്ടുപോയാൽ നേരെ സൗദിയിലെത്തും യു എയിൽ നിന്ന്. അതുപോലെയാണ്. അങ്ങോട്ടാ പോകണ്ട കേട്ടോ. തേർഡ് എക്സിറ്റ് ഏതാ കുട്ടി? ഇതാണ് നമുക്ക് പോകേണ്ട എക്സിറ്റ്. ഓക്കെ ഓക്കെ, കിട്ടി. എൻ്റെ മോനെ, അല്ലാ, ചൈന പാടുപെടും. എന്താ മക്കളെ, ചൈനയിൽ വണ്ടി ഓടിച്ചിട്ട് മനുഷ്യന് വട്ടായി. ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യൂ. ചില്ലറ പണിയൊന്നല്ല കേട്ടോ ഇവിടെ വണ്ടി ഓടിക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് ലെഫ്റ്റ് കയറണം. വണ്ടി ചറ പറ വരുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ തന്നെ വഴി തെറ്റിയിട്ട് പോകുന്നുണ്ട്. നന്നായി. ഓക്കെ, ഇനി ഇങ്ങനെ 11 കിലോമീറ്റർ പോകണം. അതുമാത്രം ഒരു സമാധാനമേ ഉള്ളൂ. നേരെ പോകാൻ ഭയങ്കര ഈസിയാണ്, സുഖമാണ്. പക്ഷേ എങ്കിൽ ഈ ചെരിയലും മറിയലും റൗണ്ട് ബോട്ടാണ് ഭയങ്കര ടഫ്. പിന്നെ ചില ട്രാഫിക് സിഗ്നലിൽ 4-5 മൂല കൂടുമ്പോൾ ഇത് നേരെ പോയിട്ട് പോകുന്നതുണ്ട്, വലത്തോട്ട് ചെരിഞ്ഞിട്ട് നേരെ പോകുന്ന സ്ഥലമുണ്ട്. അങ്ങനെ കുറേ ചൊറ പിടിച്ച ഒരു സ്ഥലമാണ് മക്കളെ ചൈന. ഇന്ന് ഈ ഗ്രേറ്റ് വാളും കഴിഞ്ഞിട്ട് നെഞ്ചങ്കല്ല് എത്തോ നല്ലാവുമല്ലോ. ഒന്നാമത് ടോളില്ലാത്ത റോഡിലൂടെ പോകുന്നത് ഭയങ്കര ലാഗ് അടിക്കും. 600 മീറ്റർ നേരെ. നമുക്ക് ഫുള്ള് 11 കിലോമീറ്റർ സ്ട്രൈറ്റ് വേണം. Pretty little baby. നമ്പർ പ്ലേറ്റ് ഉണ്ടോ ചൈനയിൽ? ഓരോ സ്ഥലത്തും ഓരോ കളർ നമ്പർ പ്ലേറ്റ് ആട്ടോ. ഞാനത് വന്നേരെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സൗദിയും യു എ എല്ലാം പോലെ. ചെറുങ്ങനെ പോവാം. ഇത്രയും പോയ രാജ്യങ്ങളിലാകെ തുർക്കിയിൽ മാത്രം നമുക്ക് സ്പീഡിൻ്റെ ഇതെല്ലാം ട്രാഫിക്കിൻ്റെ ഇത് അടിച്ചുകൊള്ളൂ. പക്ഷെ ചൈന എന്തായാലും അടിക്കുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഇന്നലെ വരുമ്പോഴേ കുറേ ഇങ്ങനെ നക്ഷത്രം മിന്നുന്ന പോലെ ഇങ്ങനെ മിന്നിന്. അപ്പോൾ കുറേ സ്പീഡിന് ഓൾറെഡി അടിച്ചിട്ടുണ്ടാവും. പത്ത് ഞാനെന്താ ഇങ്ങനെ ചെറുങ്ങനെ പോകുന്നത്? ഞാൻ വിചാരിച്ചത് കുറേ ചൈനീസ് വില്ലേജ് കിട്ടുന്നു. പക്ഷെ നമ്മൾ മംഗോളിയ എൻ്റെ ഉലാമ്പത്താറിന്ന് കയറി വന്നിട്ട് ഫുള്ള് രാത്രിയാണ് ഡ്രൈവ് ചെയ്തത്. പക്ഷെ ഞാൻ കുറേ റിമോട്ട് ഏരിയയിലോട്ട് വന്നിന്. പക്ഷെ അവിടെയൊന്നും കുറച്ചൊരു എന്താ പറയണ്ടേ, പശുക്കളെല്ലാം കണ്ടിന്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പോകുമ്പോൾ ചിലപ്പം വില്ലേജെല്ലാം കിട്ടുമായിരിക്കും. എന്തായാലും കുറച്ച് ചൈനീസ് വില്ലേജും അവൾ ചൈനയിൽ മുസ്ലിങ്ങളില്ല, മുസ്ലിങ്ങൾക്ക് പ്രശ്നമെന്നെല്ലാം കുറേ എന്തെല്ലോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്. പക്ഷെ നമുക്ക് കുറച്ച് മുസ്ലിങ്ങളുടെ ഏരിയയിൽ പോയിട്ട് ചൈനയിലെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കുന്നില്ല അതെല്ലാം ഒന്ന് എടുക്കണം. പക്ഷെ എനിക്ക് 14 ദിവസത്തെ വിസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്ഥലങ്ങൾ നമുക്ക് പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. എല്ലാം നോക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ട്രാക്ക് മാറാം. ഇയാൾ ഉറങ്ങുന്നാന്ന് തോന്നുന്നു. മോനി വളി വിടൂ ഇല്ലേ? എന്നാൽ നമുക്ക് പോവാം. ഇതേതോ പെണ്ണുങ്ങളാന്ന് തോന്നുന്നു ഓടിക്കുന്നത്. പെണ്ണുങ്ങൾ ഓടിക്കുന്ന കാറ് വേഗം മനസ്സിലാവും. ഭയങ്കര ചെറുങ്ങനെ പോവാം. ഓക്കെ, എന്നാൽ പിന്നെ എങ്ങോട്ടേ ഒന്നും തീരുമാനിച്ചിട്ടില്ല. യെസ്, ദാറ്റ്സ് എ ലേഡി. എന്നാൽ ഈ പെണ്ണുങ്ങൾ എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നു? പക്ഷെ ഇവിടെ അങ്ങനെ പറത്തി വിടാനൊന്നും കഴിയില്ല കേട്ടോ. അതെല്ലാവരും ഭയങ്കര സ്ലോ മോഷനിലാണ് പോകുന്നത്. ഇതൊക്കെട്ടെ, ഓട്ടം സീസൺ ആയതുകൊണ്ട് ഇലകളും ചെടികളും പൂക്കളും എല്ലാം മഞ്ഞ കളറിലാണ്. ഇവരെ പണി നോക്കിയാട്ടെ. ഇംഗ്ലീഷ് ഇവിടെ മാത്രം. തോറാൻ ബ്രിഡ്ജോ? തോറാനോ? എന്തിനു? അതെന്താ അങ്ങനത്തെ ഒരു ബ്രിഡ്ജ്? ഏതോ ഒരു തൂറാൻ ബ്രിഡ്ജ് ഉണ്ടല്ലോ ഇവിടെ.
ജോങ്ജങ് ഔട്ടർ. കെലസ്റ്റോ അല്ലെങ്കിൽ സെലസ്റ്റോ ഈ വണ്ടിൻ്റെ പേര്. ഹുണ്ടായി സെലസ്റ്റ്. ജപ്പാൻ്റെ കുറേ വണ്ടികൾ നിരക്കാൻ കാണുന്നുണ്ട്. ജപ്പാൻ ഇവിടെ നിന്ന് അടുത്താട്ടാ. ഇപ്പം നമ്മളുള്ള ബീജിംഗിൽ നിന്ന് ജപ്പാന്, അതുപോലെ തന്നെ തായ്വാന്, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, ഹോങ്കോങ്, മക്കാവു, ഇതെല്ലാം ഭയങ്കര അടുത്താണ്. പക്ഷെ നോർത്ത് കൊറിയയിലും സൗത്ത് കൊറിയയിലും അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നില്ല. ഒരു ട്രിപ്പ് വരണം. ഇന്ത്യയിൽ നിന്ന് നേപ്പാൾ, ടിബറ്റ്, ചൈന കയറിയിട്ട് ഈ പറയുന്ന രാജ്യങ്ങൾ, ഈ ഐലൻഡ് പോലത്തെ കുറേ രാജ്യമില്ലേ, അത് മാത്രം കവർ ചെയ്യാൻ ആഗ്രഹമൊന്നുമില്ല. വെറുതെ ഒന്ന് ചിന്തിക്കുക, അത്ര തന്നെ. എടുത്തു തൂറാൻ ബ്രിഡ്ജ്. ഓ, നമ്മൾ ചൈനയിലൂടെ ഡ്രൈവ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ബ്രിഡ്ജുകളെ പേരുണ്ടാ എന്താ? കയ്യാങ് ബ്രിഡ്ജ്, യൗവൻ മെൻ ബ്രിഡ്ജ്, ദോങ്കുമൻ വെസ്റ്റ് ബ്രിഡ്ജ്, തൂറാൻ ബ്രിഡ്ജ്, ഇങ്ങനത്തെ പല ബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ നമ്മൾ തൂറാൻ ബ്രിഡ്ജിൻ്റെ ഉള്ളിലൂട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൂറാൻ ബ്രിഡ്ജ് എടുത്തു. എവിടെയായി തൂറാൻ ബ്രിഡ്ജ്? അല്ല, ഇപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് തൂറാൻ ബ്രിഡ്ജ്. എവിടെ തൂറാൻ ബ്രിഡ്ജ്? എവിടെ? നമുക്ക് പോകേണ്ടത് തൂറാൻ ബ്രിഡ്ജിലൂട്ടിയാണ്. പക്ഷെ തൂറാൻ ബ്രിഡ്ജ് കാണുന്നില്ല. എന്നല്ലോ ഇവിടെ എഴുതിയിരുന്നു. കിയാങ് ബ്രിഡ്ജ് നേര. ഓക്കെ, അപ്പോൾ ഈ തൂറാൻ ബ്രിഡ്ജ് എടുത്തിക്കോളി. ബീജിംഗ് ഗ്രാൻവിയ. ഇതെന്താ ഇവരെ കാറിൻ്റെ മുകളിൽ ബീജിംഗ് എന്ന് കൊടുത്തിന്? ഇവിടുത്തെ പേരെന്നെ കൊടുത്തിന്, ഈ സിറ്റിൻ്റെ പേരെന്നെ. എന്താ സംഭവം? അത് മനസ്സിലായില്ലല്ലോ. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഷങ്കായി നിലം പറഞ്ഞിട്ട് കാണണ്ടേ? കാണുമായിരിക്കും അല്ലേ? നമുക്ക് അങ്ങ് പോയി നോക്കാം. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഡൽഹിയിലൂട്ടെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. നോക്ക്, കുറേ ഇന്ത്യയിലെ മുംബൈ, ഡൽഹി എല്ലാം തോന്നുന്നു. വാവ് ഗൈസ്, ദിസ് ഈസ് ചൈന ഇൻ ബീജിംഗ്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് അവർ തൂറാൻ ബ്രിഡ്ജ്. തൂറാൻ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. തൂറാൻ ബ്രിഡ്ജ് എടുത്തു. തൂറാൻ ബ്രിഡ്ജിൽ ഈ കാണുന്നതാണ് തൂറാൻ ബ്രിഡ്ജ് കേട്ടാ. നിങ്ങളത് കണ്ടിക്കോ ഞാൻ അറിയില്ല. കുറച്ച് സ്പീഡായി പോയി അവിടെ എത്തിയാലോ. ഓയേ, ഇതണ്ടാ നമ്മളെ ഇന്ത്യ തന്നെയല്ലേ? നോക്ക്, ചൈനയിലെ ഒരു ബ്രിഡ്ജിന്റെ പേരെന്താ അറിയാ? തൂറാൻ ബ്രിഡ്ജ്. തൂറാൻ ബ്രിഡ്ജ് കാണിച്ചു തരാം. Guys, I'm in China, Beijing. You know, this China look like our Mumbai and Delhi. I will show you. It's look like Mumbai, Delhi. It's very foggy. Morning around 9:30. So I can feel it. It's my India. Some places like Kashmir, Jammu. Speed limit 80 camera in 600 meters. Okay. It's exactly look like Delhi. Keep right. Moody weather, foggy weather. The road, Hyderabad, National Highway, Express Highway. It's look like same in India. Ooh. Keep left on the main road, uphill. തൂറാൻ ബ്രിഡ്ജ് കഴിഞ്ഞു. അത് പൊളിച്ചൊക്കെ 5 മണിക്കായിട്ട് ഇറങ്ങിയാൽ മതി. ഇപ്പം നോക്കിയാട്ടെ, 7 മണിക്ക് തുറക്കും മറ്റേ എന്തേലും നമ്മളെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. $6 ടിക്കറ്റ്. പക്ഷേങ്കിൽ നടന്നിട്ട് ഉപ്പാടുള്ളതിന് നമുക്ക് ഏകദേശം ഒരു $5000 ഇങ്ങോട്ട് തരണം. Speed limit of 80 with camera in 500 meters after the sign. സ്പീഡ് ലിമിറ്റ് പറയാൻ ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് പോകുന്നത്. എവിടെയോ സ്പീഡ് അടിക്കാൻ മര്യാദയ്ക്ക് റോഡിന് കാണില്ല ഓടിക്കാൻ. അന്നേരമാണ് സ്പീഡ് ലിമിറ്റ്. In 700 meters, keep right. നേരെ പോവാ. നേരായ വഴി. സിറാത്തൽ മുസ്തഖീം നമ്മൾ പോകുന്നത്. അതേതാ?
എന്ത് ചെയ്തേന് 23, 25, 24, 20 ഇതെല്ലാം ഇവിടുത്തെ ഒരു റോഡിന്റെ നമ്പർ ആട്ടാ. ഈ റോഡ് പിടിച്ചിട്ടായിരിക്കും ഇവർ പോവാ. ഈ പച്ച കാണുന്ന ബോർഡ് ഫുൾ ടോളായിരിക്കും, നീല ടോളില്ലാത്ത റോഡാട്ടാ. അതുകൊണ്ട് നമുക്ക് നീല ബോർഡ് പിടിച്ച് പോകണം, ഇല്ലെങ്കിൽ 10,000 റുപ്യ 1000 കിലോമീറ്റർ കൊടുക്കണം. About to keep right on the main road. ഓക്കെ, Keep right on the main road. റൈറ്റോ ഇങ്ങനെ. ആ ഓക്കെ ഓക്കെ. ഇവിടെ ഏതെങ്കിലും റൗണ്ട് അബൌട്ടോ റൈറ്റോ എന്തെങ്കിലും വിട്ടു പോയിനെങ്കിൽ ചൈനയിൽ നിന്ന് നേരെ Speed limit നമ്മള് on cameras within 2.7 ജപ്പാനിലെത്തും. kilometers. 4.4 കഴിഞ്ഞിട്ട് റൈറ്റ്. Merge onto the main road ahead. Watch for traffic from the left. ഓ വലിയ ട്രാഫിക് ആട്ടാ. AMAP continues to guide you. Continue to guide you. എന്ത് ഗൈഡ് യു? Pretty little baby. Keep left on the main road. എന്തൊരു സ്ലോ ആയിട്ട് ഇത് പോന്നേ നോക്ക്. ഉഫ്. Keep left on the main road. ഇവിടുത്തെ ടാക്സിന്റെ കളർ നോക്കിയാട്ടെ, പച്ചയും മഞ്ഞയും. ആ ഇതാ ജട്ടൂർ, ചൈനന്റെ ആണല്ലോ ജട്ടൂർ. ജട്ടൂറിന്റെ സ്വന്തം തറവാട്ടിലാകുമ്പോഴുള്ള കേട്ടാ. എന്തെല്ലാം മോനെ സ്വന്തം ഇവര് നമ്മളെ ഈ റേഞ്ച് റോവറിന്റെ ഡിഫൻഡർ കണ്ടിട്ട് ഉണ്ടാക്കിയ സാധനം ഇത്. ഇവരെന്തൊരു സാധനമാണോ, ഇങ്ങനെയുണ്ടൊരു കോപ്പി അടിക്കല്. എന്താ ലുക്ക്. നമ്മളങ്ങനെ ഇതാ ജട്ടൂറിന്റെ സ്വന്തം തറവാട്ടിലെത്തിയട്ടാ. എന്തൊരു കോപ്പിയാ, ലാൻഡ് റോവർ ഡിഫൻഡർ ഇല്ലേ, അതിന്റെ കോപ്പിയാണ് ഈ ചൈനക്കാർ ഈ ജട്ടൂർ ഉണ്ടാക്കിയത്. ആ സൈഡിൽ ആ ബോക്സ് വരെ കറക്റ്റ്. ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇവരെങ്ങനെ ഇങ്ങനെ കണക്കാക്കി എടുക്കുന്നത്. അത് പറയാം മഹീന്ദ്ര താർ ജീപ്പ് റാംഗ്ലറിന്റെ കോപ്പി അടിച്ചെന്ന് അങ്ങനെ എന്താ ഇതിന് പറയാ, അസൂയക്കാർ അങ്ങനെ പലതും പറയും, ഹേറ്റേഴ്സ് അങ്ങനെ പലതും പറയും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. വാവ് നോക്കിയാട്ടെ, ഇത് രസമാണ് കാണാൻ രാവിലെ തന്നെ. നമുക്കൊരു 2:30 കഴിഞ്ഞാൽ റൈറ്റ് എടുക്കണം എന്നാ പറയുന്നത്. ഇതേതാ ഒരു മഞ്ഞ വണ്ടി. മോനെ 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 അങ്ങനെ പോയി ബ്രേക്ക് ഇടരുത്. Current speed is 37. Note
ഭയങ്കര മുഷ്കിലാണല്ലോ ഇവിടെ വണ്ടി ഓടിക്കാൻ പഠിച്ചവനെ. ഇതാ വൃത്തിയാക്കുന്ന റോഡ് വൃത്തിയാക്കുന്ന വണ്ടിയാണ്ട ചൂലും കൊണ്ടുപോകുന്ന ഇതെന്താ Keep left on the ഫുങ്കാൻ main road. ഷോങ്ഷ്മാൻ ബ്രിഡ്ജ് ലിൻച്വാൻ ചീസ്റ്റ്. നമുക്ക് അങ്ങോട്ടല്ല പോണ്ടേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്ന റോഡാണ് ഇത്. അപ്പം 80 അങ്ങോട്ടും 80 ഇങ്ങോട്ടും ഏകദേശം 200 വെച്ച് ഓടണം. നേരെ തന്നെ പോകാനാ പറയുന്നത്. ചൈന നല്ല ട്രാഫിക് ആണോ? In 1 kilometer, keep right and take the far right fork. ഐ ഇവിടുത്തെ ബിൽഡിങ്ങെല്ലാം നോക്കിയാട്ടെ ഞാൻ പറഞ്ഞില്ല, ശരിക്കും ഇന്ത്യയിലെല്ലാം കാണുന്ന ബിൽഡിങ്സ് പോലെ തന്നെയാണുള്ളത്. റോഡിൻ്റെ രണ്ട് സൈഡിലും വലിയ ബിൽഡിങ്. നമ്മൾ ഇന്ത്യയിൽ എത്ര എത്ര നല്ല സിറ്റീസ് ഉണ്ട്. ഇപ്പം പുറത്തുനിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് വൃത്തിയില്ലാത്ത കുറേ ചവറുകൾ വാരിക്കൂട്ടിയ സ്ഥലവും കുറേ മറ്റേ ഈ എന്താ പറയണ്ടേ ആളുകൾ ഇതാക്കുന്നെല്ലാണ് എടുത്ത് വീഡിയോ ഇടുന്നത്. പക്ഷേങ്കിൽ അവരെന്താ മുംബൈയും ഡൽഹിയും ഹൈദരാബാദും ട്രിവാൻഡ്രവും കൊച്ചിയും ബാംഗ്ലൂരും അങ്ങനെയുള്ള കുറേ ഹൈ സിറ്റീസ് എന്താ അവർ ഷൂട്ട് ചെയ്യാത്തത്? എല്ലാവർക്കും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വൃത്തിയില്ലാത്തൊരു രാജ്യമായിട്ട് കാണിക്കണം, അത്ര തന്നെ. ചൈനൻ്റെ ബീജിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടേക്കാനുണ്ട് നമ്മളെ ബാംഗ്ലൂരും ഡൽഹിയെല്ലാം. അന്നേരമാണ് അവരെ ദ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ബീയിങ്സ് ഹിയർ എന്ന് വേണമെങ്കിൽ പറയാം. ചൈന വോയ, ആ വണ്ടിൻ്റെ പേര് വോയ. നീലയും പച്ചയും എന്താന്ന് ബോർഡ് മനസ്സിലാകുന്നില്ല. അതത് പോലീസ് ആംബുലൻസ് എന്തൊരു വണ്ടിയാണുള്ളത്. അല്ലല്ല, അത് റോഡ് ശരിയാക്കുന്ന. ഓക്കെ, നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കണം. ഇപ്പോഴേ റൈറ്റ് പിടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ ബേക്ക് നമുക്ക് വെക്കേണ്ടി വരും. നമ്മളെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ട് ഇപ്പം ഒരു മാസമായി. ഇവിടെ ചൈനയിൽ നോക്കണം, എല്ലായിടത്തിൻ്റെയും കോപ്പി കിട്ടുമല്ലോ. പക്ഷേ ഇതിൻ്റെ ചെറിയ പൈസ ആണെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നേപ്പാൾ കഴിഞ്ഞ് ലക്നൗ എത്തിയിട്ട് മാറ്റാം. ആദ്യം ഇന്ത്യയിലാണോ പൈസ കൂടുതൽ, ഇവിടെയാണോ പൈസ കൂടുതൽ നോക്കട്ടെ. ഇവിടെ കുറവാണെങ്കിൽ മാറ്റാം. ഓക്കെ, നമ്മൾക്ക് പിന്നെ ഇൻഷുറൻസ് 3 കൊല്ലമായി അടച്ചിട്ട്. വണ്ടി എടുക്കുമ്പോൾ 1 കൊല്ലത്തേക്ക് ഇൻഷുറൻസ് എടുത്ത് 35,000. ഇന്ത്യ വിട്ടിട്ട് 3 കൊല്ലമായില്ലേ. അപ്പോൾ ഇനി ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇനി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ഉള്ള ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൈസ കൊടുത്തിട്ട് തന്നെ ഗ്ലാസ് മാറ്റണം. ഓക്കെ, ഇങ്ങനെ പോകാനാണ് പറയുന്നത്. ഇങ്ങനെ പോയിട്ട് എന്താക്കണം? ടേൺ ലെഫ്റ്റ്. ഇതാ പോലീസ്. ഇത് ചൈനൻ്റെ പോലീസിനെ കാണാത്ത ആൾക്കാർ കണ്ടു. അതിന് അതിലൂട്ടെ പോയാൽ പോരെ, എന്തിനുള്ളിൽ ഇതിലൂട്ടെ പോയിന്?
അതിലോട്ട് നേരെ വരാനുള്ളൂ. ഇവിടെ ഒരു കുന്തളിപ്പ്. ഓക്കെ, നമ്മളങ്ങനെ ഈ റോഡിൽ കയറിയട്ടാ. In 300 meters, turn left at the traffic light. 300 മീറ്ററിന് ലെഫ്റ്റ് എടുക്കാനോ? ഇവിടെ എവിടെയാണ് ലെഫ്റ്റ്? ലെഫ്റ്റാ? ഇത് റൈറ്റ് അല്ലേ? അടച്ചോനി വഴി മാറിയാ. ഇതൊരു തിരിയാത്തൊരു മാപ്പാട്ടെ ഇത്. അല്ലോ അതിന് റൈറ്റാ പോകാൻ പറ്റുള്ളൂ നമുക്ക്. അല്ല, ഇങ്ങനെ തന്നെയാ പോണ്ടേ. ഇവിടെ എന്തിനാ ഇങ്ങനെ പറയുന്നു? ആ ഓക്കെ. Turn left, then keep right in 80 meters. പോലീസൊക്കെ നോക്കുന്നുണ്ട്, കാണാത്തോല. Keep right. എൻ്റെ മക്കളെ ഞാൻ ഒരു കാര്യം പറയാം. ചൈനയിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒക്കെ നേരെയാ പോണ്ടേ. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. കീപ്പ് റൈറ്റോ? അല്ലോ അതേയും നമ്മൾ റോഡ് വിട്ടുപോയോ എന്നൊരു സംശയമുണ്ട്. ചേടാ, നമ്മൾ റോഡ് മാറി. ഒന്ന് സമയം തരൂ. Continue on Karnak Road for 1 kilometer. Then go straight at the traffic light ahead. ആ യെസ്, ഇതന്നെയാ, മാറിയിട്ടൊന്നുമില്ല കേട്ടാ. കുറേ ആളുകൾ ഓരോ നാട്ടിലെ റോഡുകൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാഫിക്കും ഇതെല്ലാം ഒരു കഷ്ടപ്പാടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല. ഒരു ഇന്ത്യൻ മെയ്ഡ് വണ്ടി, ഒരു റൈറ്റ് ഹാൻഡ് വണ്ടിയും കൊണ്ട് ലെഫ്റ്റിലൂടെ, അതായത് റൈറ്റിൽ മാത്രം പിന്നെ ട്രാഫിക് സംഭവമുള്ള രാജ്യത്തൂടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ട്. നമുക്ക് ഒറ്റ റോഡ് 2 വേ എല്ലാം പിന്നെ ഈസിയാണ്. ഇങ്ങനത്തെ വലിയൊരു രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ ഓരോ രാജ്യത്തിനും ട്രാഫിക് റൂൾസ് വ്യത്യാസം. അപ്പോൾ ഈ റൗണ്ട് ബോട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂ ടേണോ അല്ലെങ്കിൽ ഒരു എക്സിറ്റോ വിട്ടു പോയെങ്കിൽ നമ്മൾ ഇടങ്ങാറാവും. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വഴി അറിയില്ലെങ്കിൽ മുമ്പിൽ കാണുന്ന വണ്ടി എവിടെയാണോ പോകുന്നത് അതിൻ്റെ ബാക്ക് പിടിച്ച് പോയിട്ട് പിന്നെ മാപ്പ് ഇട്ട് നോക്കുക ചെയ്യുക. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ റോഡ് മേൽ നിർത്താനോ പിടിക്കാനൊന്നും കഴിയില്ലല്ലോ. അതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് ബീജിങ്ങിൻ്റെ ട്രാഫിക്കും ബീജിങ്ങിൻ്റെ റോഡും. ചൈനയിലെ ഫസ്റ്റ് സിറ്റിയാണ് നമ്മൾ എത്തിയ ബീജിങ്. ഇതാണ് ബീജിങ് മക്കളെ. കുറേ വണ്ടികളും പലതരം വണ്ടികളും നമ്മൾ കാണാത്ത രീതിയിൽ കോപ്പി ചെയ്തുണ്ടാക്കുന്ന ഒരു രാജ്യം. അപ്പോൾ ഇതാണ് ബുദ്ധിമുട്ടുള്ളൊരു മെയിൻ പ്രശ്നം, ഈ വണ്ടി ഓടിക്കൽ, അതായത് ഓരോ റോഡ് പിടിച്ച് പോക്ക്. അപ്പോൾ ഇതാണ് ബീജിങ്ങിൻ്റെ ട്രാഫിക് ആൻഡ് ഔട്ട് ഓഫ് റോഡിൻ്റെ വ്യൂ.